വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. കൊണ്ടും കൊടുത്തും ഇറാനും ഇസ്രായേലും പശ്ചിമേഷ്യ വലിയ യുദ്ധകാഹളം മുഴക്കി കഴിഞ്ഞിരിക്കുന്നു. നെതന്യാഹുവിന് വേണ്ടി പശ്ചിമേഷ്യയെ കലാപകലുഷിതമാക്കാൻ നേതൃത്വം നൽകുന്നു അമേരിക്ക. ഇസ്രായേലിലേക്ക് ഒരേ സമയം യമനിൽ നിന്നും ഇറാനിൽ നിന്നും മിസൈൽ ആക്രമണം. കൂടുതൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ഇസ്രായേലിനെ രക്ഷിക്കാൻ രംഗത്തെത്തുന്നു. കൂടാതെ ബ്രിട്ടീഷ് യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും മേഖലയിലേക്ക്. പ്രവചിക്കാനാവാത്ത യുദ്ധ പശ്ചാത്തലമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിലുള്ളത്. ആരെല്ലാം ഇസ്രായേലിന്റെ കൂടെ യുദ്ധത്തിൽ പങ്കാളികളാകുമെന്നോ ആരൊക്കെ ഇറാന്റെ പക്ഷത്ത് നിൽക്കുമെന്നോ കണ്ടറിയേണ്ടതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്ക ഇസ്രായേലിന്റെ കൂടെയാണെന്നത് പകൽ പോലത്തെ സത്യമാണ്. ബാക്കിയെല്ലാം തിരശ്ശീലയ്ക്ക് പിന്നിൽ തെളിയാതെ കിടക്കുകയാണ്. ഇറാൻ ഇന്ന് പുലർച്ചെ ഇസ്രായേലിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഹൈഫയിൽ 8 പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഹൈഫയിലെ ഓയിൽ റിഫൈനറിക്ക് നേരെയും ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി. ഗസയിലെ ജനവാസ മേഖലകൾ പ്രേതാലയമാകുമ്പോൾ അവിടുത്തെ വാസയോഗ്യമായ വീടുകൾ ചിതറിത്തെറിച്ച് ചുടുകട്ടകളായി മാറിയപ്പോൾ ആഹ്ലാദ നൃത്തം ചവിട്ടിയ ഇസ്രായേലികൾ അതേ അവസ്ഥ സ്വന്തം മണ്ണിൽ സംഭവിച്ചപ്പോൾ വാവിട്ട് കരയുന്ന അവസ്ഥയാണ് നാം കാണുന്നത്. അവർക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. നിരവധി വീടുകളും കെട്ടിടങ്ങളും ഇസ്രായേലിൽ തകർന്നു കഴിഞ്ഞിരിക്കുന്നു. നിരവധി പേർ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കുള്ളിൽ പെട്ടിരിക്കുന്നു. പുതിയ മിസൈൽ ആക്രമണത്തിലും ഏകദേശം 200-നടുത്ത് ആളുകൾക്ക് പരിക്ക് പറ്റിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇസ്രായേൽ നാശങ്ങളുടെ കണക്കുകൾ ഒരിക്കലും കൃത്യമായി പുറത്തുവിടാറില്ല. പല മാധ്യമങ്ങളും സൂചിപ്പിക്കുന്നത് ഇസ്രായേലിലെ മരണസംഖ്യ എത്രയോ കൂടുതലാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതിലും എന്നാണ്. അതേസമയം 2 ദിവസത്തെ ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണത്തിൽ ഏകദേശം 120ഓളം ഇറാനികൾ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിൽ 20 പേർ കുട്ടികളാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മാത്രമല്ല 1000-നടുത്ത് ഇറാനികൾക്ക് പരിക്ക് പറ്റിയതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇസ്രായേൽ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തുള്ള പ്രത്യാക്രമണം ഇറാനിൽ നിന്നും വന്നു തുടങ്ങിയപ്പോൾ അമേരിക്കയോട് സഹായിക്കാൻ നിലവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. അതേസമയം അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാട് ഇപ്പോൾ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് എടുത്തു ചാടാൻ തങ്ങളില്ല എന്നുള്ളതാണ്. ഇസ്രായേൽ ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചു, ഇറാന്റെ സൈനിക മേധാവികളെ കൊന്നു, ഇറാന്റെ സയന്റിസ്റ്റുകളെ കൊന്നു. എല്ലാം കഴിഞ്ഞ് ഇസ്രായേൽ ഇറാന്റെ ഓയിൽ റിഫൈനറികളെയും ഓയിൽ സംഭരണശാലകളെയും ആക്രമിച്ചിരിക്കുകയാണ്. ഓയിൽ റിഫൈനറികളും ഡിപ്പോകളും ആക്രമിക്കുകയും സാധാരണ ജനതയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു രാജ്യത്തെ സാമ്പത്തികമായി തകർക്കുക എന്നതായിരിക്കണം ഇസ്രായേലിന്റെ ലക്ഷ്യം. പക്ഷെ അത് ആ രാജ്യത്തെ മാത്രമല്ല ബാധിക്കുക, അത് ആഗോള വിപണിയെ തന്നെ പിടിച്ചുകുലുക്കുകയും ജനജീവിതം ദുസ്സഹമാക്കുകയും ചെയ്യും. ഇസ്രായേൽ ഒരു എണ്ണ ഉൽപാദക രാജ്യമാണ്. ആ രാജ്യത്തെ അതിന്റെ സംവിധാനങ്ങൾ ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതുമൂലം പ്രയാസം അനുഭവിക്കുക അതേ എണ്ണ ആശ്രയിക്കുന്ന ലോകരാജ്യങ്ങൾ കൂടിയാണ്. ഇറാൻ രണ്ടാമതും ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചത് ഇറാന്റെ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറുകളും ഊർജ്ജ മേഖലകളും ഇറാനിലുടനീളം ഇസ്രായേൽ ആക്രമിച്ചപ്പോഴാണ്. മുമ്പ് ഇറാൻ ആക്രമിച്ചതുപോലെയല്ല ഇപ്പോൾ ഇസ്രായേലിൽ സംഭവിക്കുന്നത്. ഇപ്പോഴത്തെ ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേൽ ശരിക്കും വിയർക്കുന്നുണ്ട്. അവസാനത്തെ ആക്രമണത്തിൽ 10-ലധികം മരണമുണ്ടെന്നും 200-ലധികം ആളുകൾക്ക് പരിക്കുകളുണ്ടെന്നുമാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള അനൌദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതുവരെയും ഇറാൻ ആക്രമിക്കുമ്പോൾ പറഞ്ഞിരുന്നത് ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിന്റെ മണ്ണിൽ തൊടുന്നില്ല എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ പറയാൻ ഇസ്രായേലിന് സാധിക്കുകയില്ല. ഏത് താടിനും ഏത് അയൺ ഡോമിനും തടുക്കാവുന്നതിന് ഒരു പരിധി ഉണ്ടായിരിക്കും. ഇസ്രായേലിന്റെ അതിവിപുലമായ ബങ്കർ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇസ്രായേൽ ഈ 2 ദിവസം കൊണ്ട് തന്നെ ജൂതന്മാരുടെ ശവപ്പറമ്പായി മാറുമായിരുന്നു. അതേസമയം അമേരിക്കയും റഷ്യയും ആക്രമണം അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെടുന്നുണ്ട്. ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാനും അമേരിക്കയും കൂടി നടക്കാനിരുന്ന 6ാം വട്ട ആണവ കരാർ ചർച്ച ഇറാൻ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. ഇറാൻ പറയുന്നത് എന്തിനാണ് ഈ അവസരത്തിൽ അർത്ഥശൂന്യമായ ഒരു ചർച്ച എന്നാണ്. ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബാത്തിയമിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ നിരവധി ഇസ്രായേലികൾ മിസ്സിംഗ് ആണ് എന്നുള്ളതാണ്. തകർന്നു കിടക്കുന്ന ബിൽഡിംഗ് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്താൽ മാത്രമേ അതിൽ എത്ര പേർ ജീവനോടെയുണ്ടെന്നും എത്ര പേർ മരണപ്പെട്ടിരിക്കുന്നുവെന്നും മനസ്സിലാക്കാനാവും. അതിന് ദിവസങ്ങളുടെ കാത്തിരിപ്പ് വേണ്ടിവരുമെന്നാണ് പറയുന്നത്. ഇസ്രായേലിന് കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച 4 സൈറ്റുകളിലെ വിവരങ്ങൾ പുറത്തുവിടാൻ ഇസ്രായേലി മിലിറ്ററി അനുവദിക്കുന്നില്ലെന്നാണ്
റിപ്പോർട്ടുകൾ പറയുന്നു. ഹൈഫ, ബാത്തിയാം, ബൈസൺ എന്നിവിടങ്ങളിലെ നാശനഷ്ടങ്ങൾ നേരിട്ട് വിലയിരുത്തി റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നും മാധ്യമങ്ങളെ ഇസ്രായേൽ സൈന്യം വിലക്കിയിരിക്കുന്നു. സൈന്യത്തിന്റെ സെൻസറിംഗിന് വിധേയമായാണ് അവിടുത്തെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇസ്രായേൽ ഇറാന്റെ ഏതെല്ലാം സംവിധാനങ്ങളെ, ഏതെല്ലാം സൗകര്യങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുവോ, ഇല്ലാതാക്കാൻ ശ്രമം നടത്തിയോ, അതുപോലെയെല്ലാം ഇറാൻ ഇസ്രായേലിൽ നിന്ന് നശിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ആക്രമണങ്ങളിൽ നിന്നും മനസ്സിലാക്കാനാവുന്നത്. ദി ടൈംസ് ഓഫ് ഇസ്രായേൽ, വൈനെറ്റ് ന്യൂസ് ഇവയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ബാത്തിയാമിലെ ഇറാൻ ആക്രമണത്തിലെ മരണസംഖ്യ ഇനിയും എത്രയോ ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ്. അത്രമാത്രം മനുഷ്യർ ബിൽഡിങ്ങുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇസ്രായേൽ പ്രസിഡന്റ് ഇസാക്ക് ഹെർസോഗ് പറഞ്ഞത് വളരെ ദുഃഖമുള്ള പ്രഭാതമായി പോയി ഇത് എന്നാണ്. ഇറാൻ ആക്രമണത്തിൽ ബാത്തിയാമിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും നിരവധി പേരെ കാണാതാകുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഹെർസോഗിന്റെ ഈ പ്രസ്താവന.